നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അറിയാം, നിന്നെയും മോനെയും അവന്റെ വീട്ടിലോ അനുവിന്റെ വീട്ടിലോ നിർത്തിക്കൂടെ എന്ന് അവൻ എന്നോട് ചോദിച്ചതാ. അത് നടക്കില്ല എന്ന് ഞാൻ അപ്പ തന്നെ അവനോട് പറയുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും ഹോസ്പിറ്റലിൽ ചെയ്ത കാര്യങ്ങളും അനുവിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും ഒന്നും ചെറുതായിട്ട് കാണാൻ പറ്റില്ല മോളെ. പിന്നെ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് മുതൽ വിനയൻ കൂടെ തന്നെയുണ്ട്. സത്യം പറഞ്ഞാ അവനുള്ളതായിരുന്നു എന്റെ ഒരു ആശ്വാസം. അതിനിടയിലും അവൻ ഓടിപ്പോയി ഇന്ദ്രനെ സഹായിച്ചു. അതുകൊണ്ട് അനുമോൾക്ക് ജയിലിൽ പോകേണ്ടിയും വന്നില്ല. ഇതൊക്കെ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ കാര്യങ്ങളല്ലേ ചീരൂ. നീ വന്നോ? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. ചീരുവിന് ഡോക്ടർ 1 മാസത്തേക്ക് എഴുതിയ മെഡിസിൻസ് എല്ലാം വാങ്ങിച്ചു. ഇതാനു ഇത് വെച്ച. ഇനി കുറച്ച് ദിവസം അനുവായിരിക്കുമല്ലോ ചീരുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. വണ്ടി എപ്പോ എത്തുന്ന അച്ഛാ പറഞ്ഞിരിക്കുന്നത്? രഘു അമ്പിളിയും ഇപ്പൊ എത്തും വരെയാ. അവര് വന്ന ഉടനെ തന്നെ ഞങ്ങൾ ഇറങ്ങും. അപ്പൊ എനിക്കിനി ഇവിടെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അച്ഛാ, ഞാനും ഇറങ്ങാം. വിനയൻ ഞങ്ങളുടെ ഒപ്പം അല്ലല്ലോ ഇറങ്ങുന്നത്. അതാ ഞങ്ങൾ ഇറങ്ങാന്ന് ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് നമുക്ക് ഒരുമിച്ചിറങ്ങാം. എന്നിട്ട് ഞങ്ങളെ യാത്രയാക്കിയിട്ട് വിനയന്റെ വീട്ടിലേക്ക് പൊയ്ക്കോ. പഞ്ചരത്നം വരെ എനിക്കും വരണം എന്നുണ്ടായിരുന്നു അച്ഛാ. നിങ്ങളെ അവിടെ ആക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നോളാം. അമ്മോ, നമുക്കിറങ്ങിയാലോ? അമ്പിളിയും മക്കളും കൂടി വണ്ടി തന്നെ ഇരിക്കുകയാണോ രഘു? അതെ, അവർ 3 പേരും കൊണ്ട് ഇറങ്ങിക്കൊണ്ടുവരാൻ പാടാ. അമ്പിളി അവരെ 3 പേരും കൊണ്ട് പുറകിലെ സീറ്റ് കൈയടക്കിയിരിക്കുക. തൊട്ടു മുമ്പിലെ സീറ്റിൽ അനുവും ചീരുവും പിന്നെ കുഞ്ഞുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അമ്മാനും മുമ്പിലിരിക്കാമല്ലോ. ശരി. അല്ല, ഇത്രയും ദൂരം ബുദ്ധിമുട്ടി പോകേണ്ട കാര്യമുണ്ടോ അച്ഛാ? നമുക്ക് ഒരു വണ്ടി കൂടി വിളിക്കാം, സൗകര്യത്തിന് പോകാലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഇത്രയും പേരാണെങ്കിൽ സൗകര്യമായിട്ട് തന്നെ പോകാൻ പറ്റും. അത് മതി അച്ഛാ. രഘുവേട്ടനാകുമ്പോ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യും. ഓ ശരി. പിന്നെ ഞങ്ങള് രഘുവിന്റെ വണ്ടിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പൊക്കോളാം. നീ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് മോനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വാ. ശരി അച്ഛാ, അങ്ങനെ ആയിക്കോട്ടെ. മോനെ, അനുചേച്ചി കുഞ്ഞിനെ വാങ്ങിക്കും. സൂക്ഷിച്ചു. അമ്മ അതൊന്നും എടുക്കണേ. അമ്മ റിപ്പോർട്ട് എടുക്കണേ. വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ടോ സുശീലേ? ഇല്ലെങ്കിൽ സാറന്മാര് വരുമ്പോ പറയണം. അവര് ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. നീ വേണമെങ്കിൽ കുറച്ചു ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് പറഞ്ഞേരെ. അവര് സമ്മതിക്കും. അവിടെ കിടന്ന് ശരീരമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വന്നാ മതി. അതാ നല്ലത്. എന്തിനാ നിനക്ക്? വീണ്ടും ഇടിച്ച് നിനക്ക് പിഴിയാനാണോ? ഞാൻ ഇനി നിന്നെ തൊടില്ല. ആ പേടി നിനക്ക് വേണ്ട. നിനക്ക് വേണമെങ്കിൽ എന്നെ ഇടിക്കാം. എന്നിട്ട് നമ്മൾ തമ്മിലുള്ള കണക്ക് അങ്ങ് തീർത്തേക്കാം. അങ്ങനെ എളുപ്പം തീർക്കാനുള്ള കണക്കല്ലത്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ അല്ലെങ്കിൽ പുറത്ത് വെച്ച് കാണാവുന്നേ. എപ്പോഴെങ്കിലും കാണാം. സുശീലയോട് സൂപ്രണ്ട് ചെല്ലാൻ പറഞ്ഞു. എഴുന്നേറ്റ് വാ. എന്തിനാ സാറേ, എനിക്ക് നടക്കാനൊന്നും വയ്യ. ഒരു വിസിറ്റർ ഉണ്ട്, പതുക്കെ ചെന്ന് കണ്ടാ മതി. വേണ്ട, എനിക്ക് ഒരുത്തനെയും കാണണ്ട. ഒരുത്തനല്ല, ഒരുത്തിയ.
ഒരു ലേഡി സുശീലെ കാണാൻ വന്നിട്ടുണ്ടെന്നാ സൂപ്രണ്ട് പറഞ്ഞത്. കാണണ്ടെന്ന് പറഞ്ഞേക്കട്ടെ. വേണ്ട, ഞാൻ വന്ന് കണ്ടോളാം. എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാവോ? അമ്മേ, അയ്യോ, അയ്യോ, അതെ, ആരെങ്കിലും രക്ഷിക്കാന്ന് പറയാൻ വേണ്ടി വന്നതാണെങ്കിൽ വേണ്ടെന്ന് പറയണ്ട.